ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. എഡിറ്റിങ്ങിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, VN, അതേപോലെ തന്നെ എന്താ പറയുക, ക്യാപ് കട്ട്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇൻഷോട്ടിലാണ് ലോങ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ ഓപ്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതിലുണ്ട് വീഡിയോ, ഫോട്ടോ, കോളേജ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുക, അതിൽ ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നമുക്ക് ഏതൊക്കെ വീഡിയോസാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതായത് എന്താ ഡേ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ വിൻഡോയ്ക്ക് വരും. ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻവാസ് മാറ്റി കൊടുക്കാം. യൂട്യൂബ് ക്യാൻവാസ് നമ്മൾ എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓഡിയോ ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ട് അത് നമുക്ക് എന്താണ്, ഇപ്പോൾ ഡേ ലൈഫ് ആണെങ്കിൽ അങ്ങനെ, സൺഡേ ആണെങ്കിൽ അങ്ങനെ, എന്താണ് നമ്മളുടെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് കളർ ചേഞ്ച് ചെയ്യാം, കണ്ടതാണ് അവിടെ കാണുന്ന കളേഴ്സ് മാറ്റാം, ടെക്സ്റ്റിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്റ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇത് ഫുൾ നമ്മളെ വീഡിയോയിൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ ചെയ്യുന്ന പോലെ അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വലിച്ചാൽ ഒരു ആരോ മാർക്ക് ഉണ്ടല്ലേ, അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഭാഗത്ത് നമുക്ക് കൊണ്ടുവരാം. അല്ലെങ്കിൽ പകുതി വേണമെന്നുണ്ടെങ്കിലോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതിനിങ്ങനെ വരും, നമ്മുടെ വീഡിയോ ഇങ്ങനെ വരും. ഇനി സൗണ്ട് ഓപ്ഷൻ കൊടുക്കുകയാണ്. നമുക്ക് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പറയേണ്ട ഓൺ വോയിസ് ആണെങ്കിൽ നമുക്ക് ഓൺ വോയിസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ റെക്കോർഡ് എന്നുള്ളത്. ഇനിയിപ്പോൾ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക്കും കൊടുക്കാം. ഇതിൽ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മ്യൂസിക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒന്നിച്ച് ഒരു ഫുൾ വീഡിയോ ഒന്നിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പറയാം, അല്ലെങ്കിൽ കട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് വീഡിയോ ഓഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെ പറ്റുമേ. എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ മതി. പിന്നെ എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, ഫിൽറ്റർ മാറ്റാം, ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് കുറേ ടെക്സ്റ്റ് എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്, പല തരത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രത്തോളം നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി കൂടുതൽ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടൂൾസ് വഴി ടൂൾസായിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇത്ര ഭാഗം പോർഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആകാൻ പറ്റും. ഡിലീറ്റ് കൊടുത്താൽ മതി. അവിടെ ഡിലീറ്റ് ഓപ്ഷൻ കണ്ടില്ലേ. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ എന്താ പറയുക കൊടുക്കുക. എന്നിട്ട് 2 പ്രാവശ്യം സ്പ്ലിറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കുകൊണ്ടും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്തോ ഡിലീറ്റായി പോയപ്പോൾ കൂടുതൽ ഡിലീറ്റ് ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡിലീറ്റായി നമ്മൾ അറിയാതെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺഡു റീഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ മുന്നത്തെ ആക്ഷൻ ഒന്നും കൂടി വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വീഡിയോയുടെ ഒരു പോർഷൻ അറിയാതെ ഡിലീറ്റ് ആക്കിയെന്നുണ്ടെങ്കിൽ ഈ ആരോ മാർക്കാണ്, 2 ആരോ മാർക്കിൽ ഈ സൈഡത്തെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുന്നത്തെ പോർഷൻ വരും. ഓക്കെ, ഇനിയിപ്പോൾ അതന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ആരോ മാർക്ക് ഉണ്ടല്ലേ, അങ്ങനെ അമർത്തിയാൽ മതി. അൺഡു റീഡ് എന്നുള്ള ആണ് കേട്ടോ അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് നമുക്ക് അതിൻ്റെ എന്താ പറയുക എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പോർട്ടിംഗ് ആണ്, കൺവേർട്ടിംഗ് വീഡിയോ എന്ന് പറയും. അത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ സേവ് ആവും. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ ഇനി കൂടുതലായിട്ട് അതിന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.